അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഇന്ന് പുതിയൊരു കോഴ്സാണ് തുടങ്ങാൻ പോകുന്നത്. 70 മേജർ സിൻസ് ഇൻ ഇസ്ലാം, അതായത് ഇസ്ലാമിലെ 70 വൻ പാപങ്ങളെ കുറിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇതൊരു 2 വീക്സ് കോഴ്സ് ആയിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. വലിയ പാപങ്ങൾ പഠിക്കുക, തടയുക, പശ്ചാത്തപിക്കുക. ഈ കോഴ്സിൽ ഇമാം ഷംസുദ്ദീൻ ദുഹബിയുടെ അൽ കബൈർ വലിയ പാപങ്ങൾ എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന 70 പ്രധാന പാപങ്ങൾ റെഫറൻസോടുകൂടിയും വിശദീകരണങ്ങളോടും കൂടിയും ഞങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. നാം ഓരോ കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നാം ഏതൊരു ക്ലാസ്സും കേൾക്കുമ്പോൾ ആ ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഇനി മുന്നോട്ട് ജീവിക്കുക. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളല്ല, അതായത് വാട്ട് എവർ ന്യൂ യു ഹാവ് ലേൺഡ്, എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ അത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്താനാണ് ശ്രമിക്കേണ്ടത്. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുത്തുക അല്ലേ. നമ്മൾ ഖുർആൻ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഏത് ആളുകളായിക്കോട്ടെ, ചിലപ്പോൾ നമ്മളും ഇങ്ങനെയുള്ള പാപങ്ങളിൽ പെട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ പെട്ടുപോയേക്കാം. സോ ഇത് നമുക്കും കൂടിയിട്ടുള്ള ഒരു അഡ്വൈസും കൂടിയാണ് എന്ന് സ്വന്തം ക്ലാസ് എടുക്കുന്ന ആളായാലും അത് ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. സോ നമ്മൾ അറിയാതെ പോലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. സോ അതിനു വേണ്ടി തന്നെയാണ് ഈ ക്ലാസ് ഫസ്റ്റ് എടുക്കുന്നത്. നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇനി നമ്മൾ ഈ പറയുന്ന പാപങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പറ്റുന്നത് എന്ന് നാം ചിന്തിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോകാം. സുബ്ഹാനല്ലാഹ്, വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ ചില പാപങ്ങൾ ഇപ്പോൾ നമുക്കിടയിൽ വളരെ സാധാരണമായി കാണപ്പെടുന്നു. അവയെക്കുറിച്ച് നമ്മൾ 2 തവണ പോലും ചിന്തിക്കുന്നില്ല. അവരിൽ നിന്ന് നമ്മെ തന്നെ രക്ഷിക്കാനോ പശ്ചാത്തപിക്കാനും അവരെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരട്ടെ, നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കാനുള്ള ഹിദായത്ത് നൽകട്ടെ. ആമീൻ. കോഴ്സിലേക്ക് കാര്യമായിട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടൻസ് നോക്കാം. ജീവിതത്തിൽ പാപങ്ങളുടെ സ്വാധീനത എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് പാപം നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ആവുന്നത് എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലൂടെ ചെയ്യുന്ന 22 വലിയ പാപങ്ങൾ. സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലൂടെ, അത് വാക്കായിക്കോട്ടെ പ്രവൃത്തികളായിക്കോട്ടെ, അത് 22 പാപങ്ങളുണ്ട്. സ്വയം പ്രസാദിപ്പിക്കുന്നതിനുള്ള 14 വലിയ പാപങ്ങൾ, അതായത് നമ്മുടെ സ്വന്തം ഡിസയർസിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന 14 വലിയ പാപങ്ങൾ. നെക്സ്റ്റ് വൺ, പണവും സമ്പത്തും കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന 9 വലിയ പാപങ്ങൾ. ഫർള് ഉപേക്ഷിച്ച് ചെയ്തു വരുന്ന 8 വലിയ പാപങ്ങൾ, അതായത് ഫർളായി നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ വരുന്ന പാപങ്ങൾ. തെറ്റായ വിശ്വാസങ്ങളാൽ സംഭവിക്കുന്ന 7 വലിയ പാപങ്ങൾ. കുടുംബങ്ങൾക്കിടയിൽ ചെയ്തു വരുന്ന 7 വലിയ പാപങ്ങൾ. വസ്ത്രധാരണത്തിൽ ചെയ്യുന്ന 3 വലിയ പാപങ്ങൾ. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആശ്ചര്യം തോന്നിയേക്കാം, അതായത് ഇത്രയും ഉണ്ടോ എന്നുള്ളൊരു കാര്യം അല്ലേ. സോ ഇതിനെക്കുറിച്ച് നാം പഠിക്കേണ്ടത് നിർബന്ധമാണ്. ഒരു നല്ലൊരു മനുഷ്യനാവാൻ ഇതൊക്കെ മതി ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്നുള്ളൊരു കാറ്റഗറി നമ്മൾ എടുക്കുന്നില്ല, ബട്ട് ജസ്റ്റ് കൺസിഡർ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പാപങ്ങൾ ഏതൊരു വിഭാഗക്കാരും ഒഴിവാക്കിയാൽ തന്നെ സൊസൈറ്റി തന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. സോ ഈ ക്ലാസ്സിലൂടെ ഒരു നിയ്യത്തുണ്ട്, അതായത് ആരൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നോ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരട്ടെ എന്ന് തന്നെ നമുക്ക് ദുആ ചെയ്യാം. ഓക്കെ, അത് നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ മക്കളായിക്കോട്ടെ, നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ ബ്രിങ് അപ്പ് ഗുഡ് പീപ്പിൾ, ഗുഡ് പേഴ്സൺസ് ടുവേർഡ്സ് ദ സൊസൈറ്റി. ഓക്കെ, നാം ഇപ്പോൾ പലതവണ പല മോശപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിൽ നാം അകന്നു പോയിട്ട് നമ്മുടെ മനസ്സ് ആകെ കല്ലിച്ചിരിക്കുകയാണ് പലരുടെയും. സോ ചെറിയൊരു മാറ്റങ്ങൾ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഓരോ പാപങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എടുത്ത ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഇതിൽ 3-1 22 വലിയ പാപങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായി ബന്ധപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഇസ്ലാമിലെ സമൂഹത്തിൻ്റെയും ഹുഖൂഖൽ ഇബാദിൻ്റെയും, അതായത് മനുഷ്യരാശിയോടുള്ള അവകാശങ്ങളും കടമകളും പ്രാധാന്യവും കാണിക്കുന്നു. കൂടാതെ ഒരു സമൂഹത്തിൽ
നീതിയും ക്രമവും സ്ഥാപിക്കാനുള്ള ഏക മാർഗം ഇസ്ലാമാണെന്നും നാം അറിയണം. ഈ കോഴ്സിൽ, അതായത് മേജർ സിൻസ്, ഞങ്ങളെല്ലാം 70 വലിയ പാപങ്ങളും അവയുടെ ശിക്ഷകളും റെഫറൻസോടുകൂടി പഠിക്കും. അവയുടെ തരങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി ഓരോ ക്ലാസ്സിൽ നാം ഓരോ പാപങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ എഫക്റ്റ് ആവുന്നത് മനസ്സിലാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.